കൊക്കോളയുടെ ഫ്രീ കൂപ്പൺ സ്ട്രാറ്റജി ആയിട്ടല്ല, സംഭവം നൈസാണ്. അമേരിക്കയിൽ 1987 ന്യൂസ് പേപ്പർ, മെയിൽ, പിന്നെ ഡയറക്റ്റ് ആയിട്ട് കോളേജ്, പാർക്ക്, ലോക്കൽ ഏരിയസിലൊക്കെ എന്ത് ചെയ്ത് ഇതേപോലത്തെ ഫ്രീ കൂപ്പൺസ് ആൾക്കാർക്ക് കൊടുത്ത്. ഈ കൂപ്പണായിട്ട് കൊക്കോളയുടെ സ്റ്റോറിലോട്ട് വരുന്ന ആർക്കും വേണമെങ്കിലും ഫ്രീ ആയിട്ട് കൊക്കോളയുടെ ഡ്രിങ്ക് കിട്ടും. അതായിരുന്നു സ്ട്രാറ്റജി. അങ്ങനെ ഫ്രീ കൂപ്പൺസ് കൊടുത്ത് അവസാനം 1913 ആയപ്പോൾ ഏകദേശം 85 ലക്ഷത്തിലധികം ഫ്രീ കൂപ്പൺസ് അമേരിക്കയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കണ്ടാവും, ഇത്രയും ഫ്രീ കൂപ്പൺസ് തന്നെ കൊടുക്കണം, 85 ലക്ഷം ഫ്രീ കൂപ്പൺസ്. ഒന്ന് ആലോചിച്ച് നോക്കി. സംഭവം വേറെ ഒന്നുമില്ല, കൊക്കോള ഡ്രിങ്ക് ഇറങ്ങിയ സമയത്ത് മാർക്കറ്റിൽ ഇതൊരു പുതിയ ഡ്രിങ്ക് ആയിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടുപിടിച്ച ആൾക്ക് എന്തായിരുന്നു, ഈ ഒരു ഡ്രിങ്ക് എന്തായാലും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കസ്റ്റമേഴ്സിൽ എത്താനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഫ്രീ കൂപ്പൺ സ്ട്രാറ്റജി. കാരണം ഫ്രീ എന്ന് പറയുമ്പോൾ എന്തെയും മിക്ക ആൾക്കാരും ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ അമേരിക്കയിൽ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത ആൾക്കാരൊക്കെ പിന്നീട് എന്ത് ചെയ്ത് റെഗുലർ കസ്റ്റമറായിട്ട് മാറി. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് വരുന്നതുകൊണ്ടല്ല, കൊക്കോള ഇപ്പം ട്രൈ ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല ഇത്. 100ൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് ട്രൈ ചെയ്തൊരു സ്ട്രാറ്റജിയാണ് സംഭവം. അത് നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ അവർക്ക് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ 200ലധികം രാജ്യങ്ങളിലും ടെറിട്ടറീസിലും ഉള്ള ഒരു $1 ബില്യൺ കമ്പനിയാണ് കൊക്കോള എന്ന് പറയുന്നത്. ലാസ്റ്റ് വീക്ക് അനുരാഗ് ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് കൊക്കോള, നെസ്ലെ, യൂണിലിവർ ഈ 3 ബ്രാൻഡിൻ്റെ കേസ് സ്റ്റഡീസ് വീഡിയോസ് ആയിട്ട് ഞാൻ കണ്ട്. ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കുറേ സ്ട്രാറ്റജീസ് ഒക്കെ. സോ ഈ 3 ബ്രാൻഡിലെ കൊക്കോള, നെസ്ലെ, യൂണിലിവർ ഈ 3 ബ്രാൻഡിൻ്റെ കേസ് സ്റ്റഡീസ് നിങ്ങൾ വീഡിയോ ആയിട്ട് ഈ ഒരു ചാനലിൽ നിന്ന് കാണുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. കാരണം കുറേ സ്ട്രാറ്റജീസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിലും സ്റ്റാർട്ടപ്സിലൊക്കെ വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്.